ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 ഏപ്രിൽ മാസം 25-ാം തീയതി വ്യാഴാഴ്ച ദിവസം 1199 മേടമാസം 12-ാം തീയതി ഇന്ത്യൻ തീയതി വൈശാഖ മാസം 4-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:13 അസ്തമയം വൈകുന്നേരം 6:28 നാളത്തെ തിഥി ദ്വിതീയ തിഥിയാണ്. നാളത്തെ ഉദയാൽപര നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി 12:42 ബുധനാഴ്ച രാത്രി 12:42 എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി എന്ന് പറയുന്നത് 12 മണിയാണല്ലോ. അപ്പോൾ 12 മണി കഴിഞ്ഞുള്ള 42 എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച 42 AM എന്നുള്ള സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ സമയത്താണ് വിശാഖ നക്ഷത്രം ആരംഭിക്കുന്നത്. വിശാഖ നക്ഷത്രം അവസാനിക്കുന്ന സമയം വെള്ളിയാഴ്ച ആരംഭ സമയം 2:25 അപ്പോൾ വെള്ളിയാഴ്ച ആരംഭ സമയം 2:25 AM എന്നുള്ള സമയത്താണ്. അതായത് വ്യാഴാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയത്തുള്ള 2:25 AM അറിഞ്ഞുകൊള്ളുക. ഈ വിശാഖ നക്ഷത്രത്തിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ആദ്യത്തെ 3 പാദങ്ങൾ തുലാക്കൂറിലും അവസാനത്തെ ഒരു പാദം വൃശ്ചികക്കൂറിലുമാണ്. അപ്പോൾ വൃശ്ചികക്കൂറിൻ്റെ സമയം എടുത്തു പറഞ്ഞു തരാം. വ്യാഴാഴ്ച രാത്രി 7:59 മുതൽ നക്ഷത്രം തീരുന്ന സമയമായ വെള്ളിയാഴ്ച 2:25 AM വരെയുള്ള സമയമാണ് വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാൽ നക്ഷത്രത്തിൻ്റെ സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒന്നുകൂടെ പറഞ്ഞുതരാം. വ്യാഴാഴ്ച രാത്രി 7:59 മുതൽ ഈ നക്ഷത്രത്തിൻ്റെ ദൈർഘ്യം തീരുന്ന സമയമായ വെള്ളിയാഴ്ച 2:25 AM ആ സമയം വരെ ആയിരിക്കും ഈ വിശാഖം കാലിൻ്റെ നക്ഷത്ര സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിൽപ്പെട്ട നക്ഷത്രവും വൃശ്ചികക്കൂറിൽപ്പെട്ട നക്ഷത്രവുമാണെന്ന് പറഞ്ഞല്ലോ. അസുരഗണത്തിൽപ്പെട്ട പുരുഷ നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഇന്ദ്രാണിയാണ്. മൃഗം സിംഹമാണ്. ഭൂതം അഗ്നിയാണ്. പക്ഷി കാകനാണ്. വൃക്ഷം വയ്യങ്കാവാണ്. വ്യാഴദശയിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. അപ്പോൾ എല്ലാ വിശാഖ നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ആദ്യമായിട്ട് വന്നു ചേരുന്ന ദശാകാലമാണ് വ്യാഴദശാകാലം. വ്യാഴദശാകാലം 16 വർഷമാണ്. ജ്യോതിഷം 16 വർഷമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ 16 വർഷം വന്നു ചേരണമെന്നില്ല, വ്യത്യസ്തമായ കാലയളവിലായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശാഖ നക്ഷത്ര ജാതകൻ്റെ ജീവിതം ഏത് ദശാകാലത്തൂടെയാണ് കടന്നു പോകുന്നത് അറിയാൻ വേണ്ടി ഉദാഹരണ സഹിതം പറഞ്ഞു തരാം. ഒരു കുട്ടി ജനിച്ചു 10 വർഷം വ്യാഴദശാകാലം ഉണ്ടെന്നിരിക്കട്ടെ, 10 വയസ്സ് വരെ ആയിരിക്കും. അടുത്ത ദശാകാലം എന്ന് പറയുന്നത് ശനിയുടെ ദശാകാലമാണ്. 19 വർഷം. അപ്പോൾ 29 വയസ്സായി ആ കുട്ടിക്ക്. പിന്നീട് 17 വർഷം ബുധദശാകാലം 46 വയസ്സായി. 29, 10, 39, 46. 46 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കേതുവിൻ്റെ ദശാകാലമാണ്. 53 വയസ്സ്. 20 വർഷം ശുക്രൻ്റെ ദശാകാലം. 73 വയസ്സ്. 6 വർഷം സൂര്യദശാകാലം. 79. 10 വർഷം ചന്ദ്രദശാകാലം. 89. അത് കഴിഞ്ഞാൽ പിന്നെ 7 വർഷം കുജദശാകാലം. 89, 96. 96 കഴിഞ്ഞാൽ പിന്നെ 18 വർഷം രാഹുദശാകാലം. 96 വിട്ട് 104, 10, 114. അപ്പോൾ അങ്ങനെ ദശാകാലം അവസാനിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കണക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി കേൾക്കുന്ന വിശാഖ നക്ഷത്ര ജാതകരുടെ കയ്യിൽ ഗ്രഹനിലയുണ്ടെങ്കിൽ ജനനശിഷ്ട ദശാകാലം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനോടുകൂടി തൊട്ടടുത്ത ദശാകാലം ചേർക്കുക. അങ്ങനെ കൂട്ടി ഇപ്പോൾ ഏത് ദശാകാലത്തൂടെയാണ് ജീവിതം കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ വിശാഖ നക്ഷത്ര ജാതകരുടെ സമയം വളരെ മോശമാണ്. ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ജോലിക്ക് പോകാതെ മടിയരായിട്ട് അലസരായിട്ട് വീട്ടിലിരിക്കുകയാണ്. മാതാപിതാക്കളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയൊക്കെ അവർ പണം വാങ്ങിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവർക്കൊന്നിനും താല്പര്യമില്ല. അലസത, കാര്യതടസ്സം, കാര്യപ്രാപ്തി കുറവ്, എല്ലാത്തിനും ഒരു താല്പര്യക്കുറവ് അനുഭവിച്ച് അവർ വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ്, തുലാക്കൂറിൻ്റെ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ല സമയമല്ലേ എന്ന് ചോദിക്കും. ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളാണ്. എന്നാൽ ഒട്ടുമിക്ക ആൾക്കാർക്ക് മോശമായ സാഹചര്യത്തിൽ കൂടിയാണ് അവരുടെ ജീവിതം കടന്നു പോകുന്നത്. കാരണം ഈ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, മേടക്കൂറിൽ നിൽക്കുന്ന വ്യാഴം, ആ വ്യാഴത്തിൻ്റെ ശത്രുവായ വ്യാഴം ശുക്രനെ ശത്രുവായിട്ട് കാണുന്നു. അപ്പോൾ ആ ശുക്രൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യാഴത്തിൻ്റേതായ വലിയ ഗുണങ്ങളൊന്നും ലഭിക്കുന്നില്ല. തന്നെയല്ല, വ്യാഴം ഒരു ശുഭക്ഷേത്രത്തിലല്ല നിൽക്കുന്നത്, ഒരു പാപക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പാപക്ഷേത്രത്തിൽ നിൽക്കുന്ന ഈ വ്യാഴത്തിൻ്റെതായ ദൃഷ്ടി കൊണ്ട് കാര്യമായ ഗുണമൊന്നും ഈ തുലാക്കൂറിൽപ്പെട്ട വിശാഖം മുക്കാൽ നക്ഷത്ര ജാതകർ, ചോതി, ചിത്ര 2 പാദം ഇവർക്കൊന്നും ലഭിക്കുന്നില്ല. പലർക്കും പ്രതികൂലമായ സാഹചര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ. ഒട്ടുമിക്ക ചെറുപ്പക്കാരും
ഒന്നിനും താല്പര്യമില്ലാതെ ഏകാന്തവാസം അനുഭവിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ വ്യാഴം 8ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 8ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും കഷ്ടതയെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 8ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ഏതേത് ഭാവങ്ങളിൽ, അതായത് നിൽക്കുന്ന സ്ഥാനം അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ശുഭക്ഷേത്രങ്ങളിലാണെങ്കിൽ ശുഭഫലവും, അതുപോലെ തന്നെ പാപക്ഷേത്രങ്ങളിലാണെങ്കിൽ പാപഫലവും, അങ്ങനെ സമ്മിശ്രമായ ഗുണാനുഭവങ്ങളായിരിക്കും ഇനിയുള്ള അടുത്ത ഒരു വർഷം വന്നു ചേരുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും നല്ല കാലം എന്നുള്ളത് അവരുടെ ദശാകാലത്തെ അനുസരിച്ചിരിക്കും. ദശാകാലം മാറുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ദശാകാലത്ത് ഇപ്പോൾ അപഹാരം മാറുന്ന സമയമാണെങ്കിൽ അപഹാരത്തിൻ്റേതായ നല്ല അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ജീവിതത്തിൽ വരുന്നത്. ഏതിനാണോ ബലം, അപഹാരനാഥനാണോ അല്ലാതെ വ്യാഴത്തിനാണോ ബലം എങ്കിൽ അതനുസരിച്ചായിരിക്കും ഫലം വന്നു ചേരുക എന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രഹനിലയൊക്കെ നോക്കി ഇതൊക്കെ ദോഷപരിഹാരങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണമെന്ന് പറയുന്നത്. എത്ര പറഞ്ഞാലും ആരും അംഗീകരിക്കത്തില്ല, ആരും കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല. ഇതിനൊക്കെ പണം മേടിക്കാനാണെന്നും പറഞ്ഞ് അല്ലെങ്കിൽ മറ്റൊരു ചിന്താഗതി അവരുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുന്നു, അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നു. പലർക്കും പണമില്ല എന്നാണ് പറയുന്നത്, പക്ഷേ അവരുടെ പണമുണ്ട്, അവർക്ക് ചിലവഴിക്കാൻ കഴിയത്തില്ല. അപ്പോൾ അവരുടെ മകനോ മകളോ ഒക്കെ ഇങ്ങനെ വീട്ടിനകത്ത് കയറി ഏകാന്തവാസത ഇരിക്കുകയാണ്. ജോലിക്കും പോകാതെ, വേലയ്ക്കും പോകാതെ, മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തി മാതാപിതാക്കൾ കൊടുത്തുമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ ദോഷം അകറ്റി അവർക്കൊരു ജീവിതം കൊടുക്കുവാനായിട്ട് മാതാപിതാക്കൾ ശ്രമിക്കത്തുമില്ല. അതിന് അവർ പറയും ജ്യോതിഷം തെറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഞാൻ ഈ വായിട്ടലയ്ക്കുന്നത്, ഓരോ ദിവസവും വായിട്ടലയ്ക്കുന്നത് ഒരു വ്യക്തിയെങ്കിലും ഒരു ദിവസം രക്ഷപ്പെടട്ടെ. കേരളത്തിൽ 3 കോടി ജനങ്ങളുണ്ട്. 2000 പേര് 2500 പേരൊക്കെയാണ് ഒരു ദിവസം വീഡിയോ കാണുന്നത്. അതിൽ ഒരാളെങ്കിലും രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് പിന്നെയും ഇത് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഇന്ന് കേൾക്കുന്നവർ ഇത് ആദ്യമായിട്ട് കേട്ടു, ഒരു വ്യക്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, അവർ പിന്നെ ഇത് കാണണമെന്നില്ല. അവർ അങ്ങനെ മറ്റൊരു വീഡിയോയിലേക്ക് അവർ പോവും. അങ്ങനെ മാറി മാറി അവരങ്ങ് പോവും. ചിലപ്പോൾ അവർക്ക് വീഡിയോ കാണാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ അവരൊന്ന് കേൾക്കട്ടെ. അപ്പോൾ ഈ 3 കോടി ജനങ്ങളിൽ ഇത് എത്തണമെങ്കിൽ എത്ര വർഷം എടുക്കും? അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ആവർത്തന വിരസതയുണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നത്. ഇവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പറ്റിപ്പോയത്. ഒരുപക്ഷെ അവർ ഒരുപാട് പ്രാവശ്യം ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കാം. അവർ അംഗീകരിക്കാതെ പോയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്നുള്ളത് നമ്മൾ അന്നേരമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിശാഖ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രതികൂലമായി വന്നു ചേരുന്ന സമയം ശനിയുടെ ദശാകാലവും കേതുവിൻ്റെ ദശാകാലവുമാണ്. അപ്പോൾ ഈ 2 സമയങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഗ്രഹനിലയിൽ ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം അതിൻ്റെ നീചരാശിയായ മേടൻ രാശിയിൽ 12ാം ഭാവമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി ഭയങ്കര ഒരു കടക്കാരനായി മാറും. കണ്ടവരോടും കേട്ടവരോടും എല്ലാം പൈസ കടം ചോദിക്കും. അവരെല്ലാം പണം കടം കൊടുക്കുകയും ചെയ്യും. ആ മേടിക്കുന്ന പണം മുഴുവൻ ഏതെങ്കിലും വിധത്തിലുള്ള ആവശ്യത്തിന് ചിലവഴിച്ചിട്ട് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരും. അങ്ങനെ കടക്കാരനാകും. ബന്ധുക്കൾ ശത്രുക്കളാകും. ഭാര്യയ്ക്ക് ഭർത്താവ് ശത്രു, ഭർത്താവിന് ഭാര്യ ശത്രു, മക്കൾ ശത്രു, ആ കുടുംബം അതുപോലെ അങ്ങനെ തകരുകയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഗ്രഹസ്ഥിതിയിൽ ഉള്ളവരൊക്കെ, ഗ്രഹനിലയിൽ ഇങ്ങനെയൊക്കെ ശനി നിൽക്കുന്നവർ, അവരുടെ ഗ്രഹനിലയിൽ ഈ സമയം നല്ലതാണോ, മേടിച്ചാൽ കൊടുക്കാൻ പറ്റുമോ, അതോ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഗ്രഹനില എടുത്ത് പരിശോധിച്ച് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്. പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. സകലവും കൈവിട്ട് പോയി കഴിഞ്ഞ് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷിക്കാനാണ്? ഭഗവാൻ പോലും വീട് വിട്ടു പോകും. അതായത് ജ്യോതിഷം പറയുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ശുഭഗ്രഹമാണ്. പക്ഷേ അത് ജന്മരാശിയിൽ നിന്നാൽ ചിലപ്പോൾ ഭഗവാൻ പോലും വീട് വിട്ടു പോകുമെന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ നക്ഷത്രം, ആ നക്ഷത്രത്തിൻ്റെ ജന്മക്കൂറിൽ, അതായത് ഇപ്പം മേടക്കൂറിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്, അശ്വതി നക്ഷത്രമാണെന്ന് വിചാരിക്കുക ഭഗവാന്റെ നക്ഷത്രം. അപ്പോൾ വ്യാഴം മേടൻ രാശിയിൽ നിന്നാൽ ആ ഭഗവാൻ പോലും വീട് വിട്ടു പോകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലുള്ള ചില സമയങ്ങൾ വരാം. അതായത് ദൈവം കൈവിടും, ദൈവം നമ്മളെ ഉപേക്ഷിക്കും, ഈശ്വരൻ നമ്മളെ ഉപേക്ഷിക്കും, നമ്മളെ കൈവിട്ട് കളയും, നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം. ഇപ്പം ഭഗവാൻ പോലും വീട് വിട്ടു പോകുമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ കൈവെടിയും, നമ്മളെ ഉപേക്ഷിക്കും. അപ്പോഴാണ് മനുഷ്യരായ നമ്മൾ ഇനി എങ്ങനെ ഞാൻ ജീവിക്കും എന്നോർത്ത് അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രിയപ്പെട്ടവരോട് എന്നും ഇത് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, പലരും വിവാഹം നടക്കുന്നതിന് ഒരു സമയമാണ്. വിവാഹം നടക്കുക, വീട് വെക്കുക എന്നൊക്കെ പറഞ്ഞൊരു സമയമാണ്.
ഇപ്പോൾ ഒരു വിവാഹം നടന്നു. ആ വിവാഹം നടക്കുമ്പോൾ അവരുടെ മുമ്പോട്ടുള്ള സമയം നല്ലതാണോ, ഇപ്പോൾ അവർ വിവാഹം ചെയ്തു അവരുടെ 2-3 വർഷത്തേനുള്ള സമയം നല്ലതാണോ എന്നൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്താണെങ്കിൽ വിവാഹം നടക്കുന്നത് മറ്റൊരു, അതായത് ശുക്രൻ, ചന്ദ്രൻ, അതുപോലെ തന്നെ 7-ാം ഭാവത്തിൻ്റെ അധിപൻ, ലഗ്നത്തിൻ്റെ അധിപൻ, ഇങ്ങനെയുള്ള ഗ്രഹങ്ങളൊക്കെ ഓരോ സ്ഥാനങ്ങളിൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ വിവാഹം നടക്കുക. പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ തൊഴിൽപരമായ നേട്ടം, അല്ലെ ധനസ്ഥിതി, കുടുംബത്തിൽ സമാധാനം, ദാമ്പത്യ സുഖം എന്നിവയ്ക്ക് കാരണമായി തീരത്തില്ല. അതിന് വേറെ ഗ്രഹസ്ഥിതിയാണ് നോക്കേണ്ടത്. അപ്പോൾ വിവാഹം നടക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതം മുമ്പോട്ട് പോകുമോ, നല്ല രീതിയിൽ മുമ്പോട്ട് പോകുമോ, അടിപിടിയോ കലാശമോ വല്ലതും ഉണ്ടാകുവാൻ, കലഹമോ വല്ലതും ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ അറിയണം. അപ്പോൾ അതുകൂടെ അറിഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങളുടെ വിവാഹമൊക്കെ നടന്നു, പക്ഷെങ്കിൽ നിങ്ങളുടെ കുറച്ച് നാളത്തിന് 2-3 വർഷത്തിന് നിങ്ങളുടെ സമയം മോശമാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾ സംസാരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയൊക്കെ വേണം സംസാരിക്കുവാനും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇല്ലാത്ത പക്ഷം ഒന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് നമ്മൾ തമ്മിൽ ഒത്തുപോകത്തില്ല, നമുക്ക് പിരിഞ്ഞേക്കാമെന്ന് പറയും. അപ്പോൾ മക്കൾ എങ്ങനെ പറയുമ്പോൾ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെങ്കിൽ ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളുടെ സമയം നല്ലതാണോ, ഇവർ തമ്മിൽ വഴക്ക് പിടിച്ച് പിരിയുമോ? ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ 30-40 വർഷമൊക്കെ ഉള്ള ഒരു കരാറാണ്. ആ കരാറിൽ നിന്ന് ഇവരുടെ ആരംഭത്തെ സമയത്ത് തന്നെ ഇവർ പിന്മാറുമോ എന്നൊക്കെ ഉള്ള കാര്യം അന്വേഷിക്കേണ്ടത് മാതാപിതാക്കളാണ്. പക്ഷേ അത് പലപ്പോഴും ചെയ്യാതെ മാതാപിതാക്കൾ മക്കൾക്ക് സപ്പോർട്ട് ചെയ്യും. എന്നാൽ അവനും ബുദ്ധിമുട്ടാണ്, നീ ഇനി പോരടി എന്ന് പറഞ്ഞ് രണ്ടും 2 വഴിയാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് നിത്യവും കിടന്ന് ഇങ്ങനെ അലയ്ക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അത് പ്രിയപ്പെട്ടവർ, ഇത് ആവർത്തന പരിസ്ഥിതിയോടുകൂടി ഒട്ടുമിക്ക ആൾക്കാരും കേൾക്കുന്നുണ്ട്. പക്ഷേ അവർക്കതൊരു ബോറടിയായിട്ട് തോന്നാം. പക്ഷേങ്കിൽ ഇതിൻ്റെ ഗൗരവം ഇതാണെന്നുള്ളത് പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ടാണ് ചില നക്ഷത്ര ജാതകരുടെ വിഷയങ്ങൾ സങ്കീർണമായി വരുമ്പോഴാണ് ഈ കാര്യം കൂട്ടിച്ചേർത്ത് പറയുന്നത്. വിശാഖ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചുള്ള അവരുടെ ജീവിതത്തിൽ ശനിയുടെ ദശാകാലം, കേതുവിൻ്റെ ദശാകാലം, ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്ന സമയമാണ് കേതുവിൻ്റെ ദശാകാലം. അത് ഗ്രഹനിലയിൽ കേതു നിൽക്കുന്ന സ്ഥാനം നോക്കി അതൊക്കെ മനസ്സിലാക്കി വേണം ജീവിതത്തെ ക്രമീകരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവർ പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ഈ ദോഷ സമയത്തൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക, ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വേണം ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. വിശാഖ നക്ഷത്ര ജാതകർ ഈശ്വരഭക്തിയും നീതിബോധം ഉള്ളവരാണെന്ന് പറയുന്നു. ജ്യോതിഷം പറയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിവുള്ളവരാണ്, കഠിനാധ്വാനം ചെയ്യുന്നവരാണെന്ന് പറയുന്നു. എന്നാൽ പലരും ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം തകർന്നു പോകുന്നവരുമുണ്ട് എന്നും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും പറയുന്നുണ്ട്. വിശാഖ നക്ഷത്ര ജാതകർ നല്ല ആകർഷണീയതയോടുകൂടി സംസാരിക്കാൻ കഴിവുള്ളവരാണ്. ആ സംസാര രീതി കൊണ്ട് ധാരാളം സുഹൃത്തുക്കളെ ഇവർ സമ്പാദിക്കും. ഈ സുഹൃത്തുക്കൾ പിന്നീട് ഇവർക്ക് ശത്രുക്കളാകും. ആ ശത്രുത മുഖേന ഇവർ ലക്ഷ്യത്തിൽ നിന്നും തകർന്നു പോകാറുണ്ട്. അതായത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്ന് ജീവിത വിജയം ആസ്വദിക്കുമ്പോൾ ഈ സുഹൃത്തുക്കൾ മുഖേന, ഈ ശത്രുക്കളാകുന്ന സുഹൃത്തുക്കൾ മുഖേന അവർക്ക് നാശവും സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ജ്യോതിഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകർ ഇതൊക്കെ മനസ്സിലാക്കി വേണം പ്രവർത്തിക്കുവാൻ. അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ശത്രുത വന്നു ചേരുന്നത് സുഹൃത്തുക്കൾ മുഖേനയാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ വിശാഖ നക്ഷത്ര ജാതകരായിട്ടുള്ള സ്ത്രീകൾ സമ്പത്ത്, ബന്ധുഗുണം, കുടുംബസുഖം, ധർമ്മനിഷ്ഠ എന്നിവ ഉള്ളവരാണെന്ന് പറയുന്നു. ഈശ്വരഭക്തി, വളരെയധികം ഈശ്വരഭക്തി ഉള്ളവരാണെന്ന് പറയുന്നു. ഭർത്താവിനെ ഈശ്വരതുല്യം സ്നേഹിക്കുന്നവരും പരിചരിക്കുന്നവരുമാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിശാഖ നക്ഷത്ര ജാതകർ തൃക്കേട്ട, പൂരാടം, തിരുവോണം, രോഹിണി, മകം എന്നീ നാളുകാരുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ ഈ നക്ഷത്ര ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല എന്നുകൂടി ജ്യോതിഷം ഓർപ്പിക്കുന്നു. അപ്പോൾ ജ്യോതിഷം വളരെയേറെ ശക്തമായ ഒരു മെസ്സേജാണ് നൽകുന്നത്. ഇവർ കഠിനാധ്വാനം ചെയ്യുന്നവരാണ്, കഠിനാധ്വാനം ചെയ്ത് ജീവിത വിജയം കാണുന്നവരാണ്, ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരാണ്. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന് അതിൻ്റേതായ സുഖ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നു, അത് അനുഭവിക്കുന്നവരാണ്. ആ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടേതായ കഴിവുകൊണ്ട് ഇവർ നേടുന്ന സുഹൃത്തുക്കൾ മുഖേന ഇവർക്ക് ശത്രുതയാലുള്ള നാശം വന്നു ചേർന്ന് അവരുടെ ജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോയിൻ്റ് വിശാഖ നക്ഷത്ര ജാതകർ മനസ്സിലാക്കണം. ചെറുപ്പക്കാരൊക്കെ, പ്രത്യേക പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്ന ചെറുപ്പക്കാർ ഇതൊക്കെ മനസ്സിലാക്കണം. അവർ ഈ പറയുന്ന കാര്യത്തെ അവർ വിശ്വസിക്കണം.
ഈ പറയുന്ന കാര്യം അവർ വിശ്വസിക്കണം. അല്ലാതെ അവർ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊന്നും എന്നെ ചതിക്കത്തില്ല, വഞ്ചിക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കരുത്. അങ്ങനെ ഒരു തോന്നൽ മനസ്സിൽ വന്നാൽ അത് പരാജയത്തിൻ്റെ ആരംഭമാണെന്നുള്ളതും മനസ്സിലാക്കുക. വിശാഖ നക്ഷത്ര ജാതകർക്ക് ഏത് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും അവിടുത്തെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇന്ന ക്ഷേത്രമെന്നൊന്നും വിശാഖ നക്ഷത്ര ജാതകർക്കില്ല. അവർക്ക് ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് ഏത് ക്ഷേത്രത്തിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പോയി ക്ഷേത്ര ദർശനം നടത്തി അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ പറഞ്ഞ് ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ജീവിക്കാവുന്നതാണെന്ന് ജ്യോതിഷം പറയുന്നു. ഇനിയും നാളത്തെ നക്ഷത്ര ദിവസം ആർക്കൊക്കെ അനുകൂലമാണെന്ന് ചിന്തിക്കാം. നാളത്തെ വിശാഖ നക്ഷത്ര ദിവസം ചതയം, പുരുട്ടാതി, പുണർതം, പൂയം, അത്തം, പൂരം, ചോതി എന്നീ നാളുകാർക്ക് അനുകൂലമാണ്. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് മകം, ഉത്രം, ചിത്തിര എന്നീ നാളുകാർക്കാണ്. അവർ സൂക്ഷിക്കണം. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടി നാളത്തെ ദിവസം ജീവിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനി നാളെ പകൽ സമയത്ത്, വ്യാഴാഴ്ച ദിവസമാണ്, പകൽ സമയത്തെ ശുഭസമയം എടുത്തു പറഞ്ഞു തരാം. വ്യാഴാഴ്ച ദിവസം രാവിലെ 6:13 മുതൽ 9:13 വരെ ശുഭസമയമാണ്. പിന്നീട് 10:43 മുതൽ ഉച്ചകഴിഞ്ഞ് 1:43 വരെ ശുഭസമയമമാണ്. ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. രാവിലെ 6:13 മുതൽ 9:13 വരെയും പിന്നീട് 10:43 മുതൽ ഉച്ചകഴിഞ്ഞ് 1:43 വരെയും ശുഭസമയമാണ്. ഈ ശുഭസമയം നോക്കി ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാജ്യോതിഷം പറയാം. നാളത്തെ തീയതി ഇംഗ്ലീഷ് മാസ തീയതി 25 ഒറ്റസംഖ്യയാക്കുമ്പോൾ 7 വരും. ഏതൊരു മാസത്തെയും 7, 16, 25 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ 7 വരുന്നു. അപ്രകാരം 7 ജന്മസംഖ്യ വരുന്നവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. മാത്രമല്ല പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ OZ എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ അതും നല്ല ഫലങ്ങൾ വന്നു ചേരാൻ കാരണമായിട്ടുള്ള കാര്യമാണെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ജീവിത വിജയം നേടുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരോട് നിത്യവും പങ്കുവയ്ക്കുന്നത്. ജീവിത വിജയത്തിന് വളരെയേറെ പ്രയോജനകരമായ ജ്യോതിഷപരമായ കാര്യങ്ങളാണെന്നുള്ളത് വിശ്വസിക്കുക, അംഗീകരിക്കുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുക. അതുപോലെ തന്നെ ഈ മാസം 28 തീയതി ശ്രീ കാളഹസ്തി ക്ഷേത്രത്തിൽ രാഹുകേതു ദോഷപരിഹാര പൂജയ്ക്കായിട്ടും മറ്റ് ദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പൂജയ്ക്കായിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ പൂജയിൽ പങ്കുചേരണമെന്ന് താല്പര്യമുള്ളവർ 1500 രൂപ അയച്ചു തരിക. 26, 27 തീയതികളിലൊക്കെ അയച്ചു തരണം. ഇനിയും നാളത്തെ ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ള നക്ഷത്രഫലം നമുക്ക് കേൾക്കാം. നക്ഷത്രഫലം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം അന്യരാൽ മാനിക്കപ്പെടുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ധനപരമായ നേട്ടമുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചമാണ്. ആൺമക്കളാലുള്ള നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും. പ്രശസ്തിയും പ്രതാപവും ഒക്കെ വന്നു ചേരും. ചിലരെ സംബന്ധിച്ചോളം സ്ത്രീ മൂലമുള്ള ധനനാശം, മാനഹാനി എന്നിവ വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുമൂലം മാനസികമായും ശാരീരികമായുള്ള ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. ഈ നാളുകാരായിട്ടുള്ള പുരുഷ ജാതകന്മാർക്ക് നാളത്തെ ദിവസം രോഗദുരിതം, ശത്രുശല്യം, തൊഴിൽപരമായ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അത്ര അനുകൂലമായ ദിവസമല്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചുള്ള നാളത്തെ ദിവസം ഗുണകരമായ ഒരു ദിവസമാണ്. ഭർത്തൃഭാഗ്യം, സൽസന്താന യോഗം, അങ്ങനെ നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ധനനേട്ടം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്ന ദിവസമാണ്. ശാസ്ത്രജ്ഞാനം ഉണ്ടാകുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങളിൽ താല്പര്യമുള്ളവരുണ്ട്. കൃഷികാര്യങ്ങളിൽ കൂടി നല്ല നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധ്യത ഉള്ള ദിവസവുമാണ്. അതുപോലെ തന്നെ തൻ്റെ ബന്ധുമിത്രാദികളുടെ ഉന്നമനത്തിനു വേണ്ടി പണം ചെലവാക്കുന്നവരാണ്. അനേക വിധത്തിൽ ധനലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയവും കുടുംബസുഖവും അവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. സുന്ദരമായ മനോഹരമായ ഒരു ഗൃഹം സ്വന്തമാക്കണം എന്നുള്ള ഒരു ആവശ്യം മനസ്സിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ തൊഴിൽപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. സ്വജനങ്ങളിൽ വെച്ച്
അറിയപ്പെടുന്നവരും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരുമായി തീരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഈശ്വരവിശ്വാസം വർദ്ധിക്കുകയും ഈശ്വരവിശ്വാസം ഇവരെ തുണയ്ക്കുകയും ചെയ്യും. ചിലർക്ക് ഭൂമി, വസ്തു, വാഹനം എന്നിവ സ്വന്തമാക്കാൻ പറ്റും. ചിലർക്ക് സ്ത്രീ മുഖേന ഈ കാര്യങ്ങളിലൊക്കെ ശത്രുത വന്നു ചേർന്ന് ധനനാശം, മാനഹാനി എന്നിവ സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇനിയും ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാം. സ്ത്രീകൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന ദിവസമാണ്. അവർക്ക് ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ നാളത്തെ ദിവസം ഇവർക്ക് പ്രത്യുപകാര താല്പര്യം ഉണ്ടായിരിക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ള കാര്യം അറിഞ്ഞുള്ളൂ. അവരുടെ ജീവിതത്തിൽ ആരെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചൊരു നന്മ ചെയ്യാനുള്ള ഒരു താല്പര്യം വന്നു ചേരുന്നൊരു ദിവസമല്ല നാളത്തെ ദിവസം. പുത്രഗുണം, കീർത്തി, പ്രശസ്തി, അംഗീകാരം, സഹോദരഗുണം എന്നിവയൊക്കെ നാളത്തെ ദിവസം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. ഭാര്യയ്ക്കോ ഭർത്താവിനോ രോഗം വരാം. അതുപോലെ തന്നെ ദാമ്പത്യ പ്രശ്നങ്ങൾ അലട്ടാം. അതുപോലെ തന്നെ ചിലരൊക്കെ അന്യ ബന്ധങ്ങളിൽ ചെന്നകപ്പെട്ട് അത് മുഖേനയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്ന് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. മക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് കുറവായിരിക്കുന്ന ദിവസമാണ്. ധനഹാനി, മാനഹാനി എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുറേ ആൾക്കാർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ, നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ, ധനധാന്യ ലാഭം, അതുപോലെ തന്നെ ബുദ്ധിശക്തി വർദ്ധിച്ച് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ജീവിതവിജയം എന്നിവ ചിലർക്കൊക്കെ വന്നു ചേരെങ്കിലും ചിലർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളാണ് തുടരുന്നത്. അവരുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികളിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് വിദേശത്തുള്ളവരൊക്കെ വളരെ ക്ലേശം നിറഞ്ഞ ജീവിതാനുഭവങ്ങളാണ് അവർക്ക് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ സമ്മിശ്രമായ അനുഭവമായിരിക്കും ഈ കൂറുകാർക്ക്. ചിത്ര 2 പാദം, ചോതി, വിശാഖം, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം ചിലർക്കൊക്കെ നല്ല അനുഭവങ്ങളും ചിലർക്കൊക്കെ മോശം അനുഭവങ്ങളും ആയിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ ജീവിതാനുഭവങ്ങളായിരിക്കും അവരെ തേടി വരിക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അലസത, കാര്യപ്രാപ്തിക്കുറവ്, കാര്യതടസ്സം, അതുപോലെ തന്നെ അവർക്ക് മാനസികമായിട്ടുള്ള പ്രതിസന്ധി, പല കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് പരാതി പറഞ്ഞ് ദുഃഖിക്കുന്നൊരു ജീവിത സാഹചര്യം, സാമ്പത്തികമായ ഞെരുക്കം, രോഗം, ദുഃഖം, കടം, പ്രയാസം, അങ്ങനെയുള്ള പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അനുകൂലമായ അനുഭവങ്ങൾക്ക് സാധ്യത തീരെ കുറവാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്ന ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. പുത്രന്മാരെ കൊണ്ട് ഗുണകരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിരുന്ന ദിവസമാണ്. സകല ശാസ്ത്ര മേഖലകളിലും അറിവ് സമ്പാദിക്കുവാൻ പറ്റുന്ന സാഹചര്യമാണ് നാളെ ഉണ്ടാകുക. അതുപോലെ തന്നെ സൽസ്വഭാവത്തോടു കൂടി നാളെ ജീവിക്കും. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. തൊഴിൽ ഗുണം, അതുപോലെ തന്നെ ദാമ്പത്യ ജീവിത വിജയം, കുടുംബസുഖം, ധനനേട്ടം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാർക്ക് നാളത്തെ ദിവസം പലതരത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. വാഹനയോഗം, അതുപോലെ തന്നെ ഭൂമി, വീട്, വസ്തു, വാഹനം എന്നിവ സംബന്ധിച്ചുള്ള യോഗം വന്നു ചേരുന്ന, അല്ലെങ്കിൽ അത് വാങ്ങിക്കുവാൻ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ശത്രുനാശം സംഭവിക്കുന്ന ദിവസമാണ്. മറ്റുള്ളവരാൽ ബഹുമാനം വന്നു ചേരുന്ന ദിവസമാണ്. എല്ലാവരും ബഹുമാനിക്കാൻ സാധ്യതയുള്ള ദിവസമാണ്. സമ്പത്തും നല്ല സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായ നേട്ടം, കുടുംബ സുഖം, ദാമ്പത്യ ജീവിത സുഖം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. എന്നാൽ തൊഴിൽപരമായുള്ള നേട്ടം ഉണ്ടാവുമെങ്കിലും അവിടെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാർക്ക് നാളത്തെ ദിവസം കുടുംബസുഖത്തിൽ കുറവരും ധനപരമായ ക്ലേശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിശുക്ക് കാണിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി ഞെരുക്കം വന്നു ചേരുന്നതുകൊണ്ട് പിശുക്ക് കാണിക്കുന്ന ദിവസമാണ്. അലസത, കാര്യപ്രാപ്തിക്കുറവ്, ജോലിയിൽ നിന്നുള്ള വരുമാനക്കുറവ്, അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ മുഖേനയുള്ള ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത സുഖക്കുറവും ഒക്കെ അനുഭവത്തിൽ വന്നു ചേരുന്നുണ്ട്. തൊഴിൽപരമായ നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറവായിരിക്കും. അങ്ങനെ ധനപരമായ ക്ലേശം അവർക്ക് അനുഭവപ്പെടുന്നൊരു ദിവസമാണ് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് നാളത്തെ ദിവസം സുഖം, സ്വസ്ഥത, ദേഹനന്മ അത്ര അനുകൂലമായ ദിവസമല്ല. എങ്കിലും കുടുംബസുഖം അവർക്ക് പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം. നാളത്തെ ദിവസം അവർക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് മുഖേന ആ വിഷയം കുടുംബത്തിൽ മൊത്തമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുടുംബ വിഷയമായി മാറാൻ സാധ്യതയുണ്ട്. ചിലർക്ക് നാളത്തെ ദിവസം ജോലിയിൽ അധികാരമുള്ള കൂടുതൽ പദവികളൊക്കെ അധികാരമുള്ള ഒരു ജോലിയായി മാറാൻ സാധ്യതയുണ്ട്. ജോലിയിൽ പ്രമോഷൻ ലഭിക്കുക, അധികാരങ്ങൾ കൂടുതൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്.
അത് മുഖേന ധനപരമായ നേട്ടം അവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണ്. എന്നാൽ ചിലരെയൊക്കെ സംബന്ധിച്ചോളം നാളത്തെ ദിവസം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ മുഖേന, അവരുടെ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ മുഖേന ധനനഷ്ടവും മാനഹാനിയും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയുമാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുറേ പ്രിയപ്പെട്ടവർ അവരുടെ ജീവിത വിഷയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് വായിക്കുന്നുണ്ട്, അവർക്ക് മറുപടി നൽകുന്നുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മഹാദേവൻ തീർച്ചയായിട്ടും അവരെ അനുഗ്രഹിക്കും. മഹാദേവൻ്റെ സന്നിധിയിൽ നമ്മൾ അപേക്ഷിച്ചാൽ മഹാദേവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. കാരണം നമ്മൾ ഓരോ നിമിഷവും ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം ജപിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ മഹാദേവൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ രോഗം വരാം, ദുഃഖം വരാം, പ്രയാസം വരാം, പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. പക്ഷേ മഹാദേവൻ നമ്മളെ രക്ഷിക്കും. ഈ അവസ്ഥയ്ക്കൊക്കെ മഹാദേവൻ മാറ്റം വരുത്തി തരും. നമ്മളെ മഹാദേവൻ സമൃദ്ധിയിലേക്ക് നയിക്കും. അതുകൊണ്ട് മഹാദേവനിൽ തന്നെ വിശ്വസിക്കുക. ആ വിശ്വാസപ്രകാരം നമ്മൾ മുമ്പോട്ട് പോകുക. നന്ദി, നമസ്കാരം പറഞ്ഞ് നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.